ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുനാഫ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പുഡിങ് ആയാലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കുനാഫ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുനാഫ ഡോ ആണ് ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ബേസ് സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം കുനാഫ ഡോ ചെറുതായി മുറിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസാൾട്ടഡ് ബട്ടറും യൂസ് ചെയ്യാം. കുറച്ച് മുകളിൽ സാൾട്ട് വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കുനാഫ ഡോ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ കൈ വെച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതുപോലെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒരു ബോൾ പോലെ ആവുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പൊട്ടൊന്നുമില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. അപ്പം ഇതിപ്പോൾ കുറച്ച് ബട്ടർ വെച്ചിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. ഇത് ആക്ച്വലി 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു കുനാഫ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും താഴെയുള്ള ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു മിക്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പുഡിംഗ് ട്രേ ആണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മളിതൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പം ഈ ഒരു ബട്ടറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും. നല്ലൊരു കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നെക്സ്റ്റ് ലെയർ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് പിസ്താഷ്യോ ഫ്ലേവറിൽ വരുന്ന ക്രീമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഈ ഒരു പിസ്താഷ്യോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് നമുക്ക് കുനാഫ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തരാൻ പോകുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ രണ്ടും കൂടെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിസ്താഷ്യോ ക്രീം മാത്രം ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെ നമ്മൾ 2 വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഈ പിസ്താഷ്യോ സ്പ്രെഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടേസ്റ്റും ആയിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി നല്ല അധികമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പക്കിൻ്റെ ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ക്രീം ഒരു ടിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചീസി ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു കുനാഫ ചോക്ലേറ്റ് പുഡിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചീസ് സ്പ്രെഡ്, അതായത് ചീസ് ക്രീം, അതൊരു 180 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയി വരുന്നവരെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രീമൊക്കെ നല്ല സ്റ്റിഫ് പീക്സ് പോലെ ഇതുപോലെ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കേണ്ട കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ആ ഒരു പിസ്താഷ്യോ സോസ്, അതായത് വൈറ്റ് ചോക്ലേറ്റും പിസ്താഷ്യോൻ്റെ സ്പ്രെഡും കൂടിയിട്ടുള്ള ആ ഒരു സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 4 ട്രയാങ്കിൾ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ചീസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കംപ്ലീറ്റ് പുഡിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ ഒരു 4 പീസ് ട്രയാങ്കിൾ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ പിസ്താഷ്യോ ഫ്ലേവർ വരുന്ന ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ബേസിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ക്രീം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. നമ്മളിതിൽ ജെലാറ്റിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു കട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ചീസാണ്. അപ്പോൾ അത് നല്ല ഫ്ലേവറും കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി പുഡിങ്ങാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ ആ ഒരു ക്രീമും ബേസൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായ ആ ഒരു പിസ്താഷ്യോ സോസ്, അതായത് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ സ്പ്രെഡും കൂടെ ഡബിൾ ബോയിൽ ചെയ്തത്. ഇത് നമ്മൾ എഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നേരത്തത് ക്രീമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടോട്ടൽ ഇതിലേക്ക് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 6 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സോസ് അതിൻ്റെ ഹാഫാണ്. നേരത്തെ നമ്മൾ ക്രീമിലിട്ടത് ഹാഫ് പോർഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ ഈ ഒരു പിസ്താഷ്യോ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ലൈക്ക് ഇതിൻ്റെ മുകളിൽ ഒരു തിൻ ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മോഡൽ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫുള്ളി ഇങ്ങനെ ലൈൻ ചെയ്ത് ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് റോസ് പെറ്റൽസ് ആണ്, ഡ്രൈഡ് റോസ് പെറ്റൽസ്. ഇതാകുമ്പം നല്ല ലുക്കും ഉണ്ടാവും, ആ ഒരു ചെറിയ ഫ്ലേവറൊക്കെ വരുമ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പുഡിങ്ങൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് പിങ്ക്, ഗ്രീന്, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ലാസ്റ്റ് ഇതിന് ഈ ഒരു പുഡിങ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇപ്രാവശ്യത്തെ ഇതിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.